മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ കുറച്ചു കാലം മുമ്പ് ബംഗ്ലാദേശിലെ പണിക്കാർ അവിടെ ജോലിക്ക് ഇരുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല, വിസയൊക്കെ നിഷേധിച്ചു. ഇപ്പോൾ കേൾക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് UAE വിസ നിഷേധിച്ചു എന്നാണ്. അതെ, കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പതുക്കിയൊരു വാർത്തയാണ്. ഷോക്കിംഗ് ആണ്. പാകിസ്ഥാനികൾ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് UAE തീരുമാനിച്ചത് മാത്രമല്ല, ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇനി വർക്ക് പെർമിറ്റ് പുതുക്കി നൽകണ്ട എന്നും UAE തീരുമാനിച്ചു. ഇതിപ്പോൾ കേരളത്തിൽ കുറേ ആളുകളുടെ ചങ്ക് പൊട്ടും. കാരണം ഇവിടെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ജയിച്ചാൽ ഉടനെ ലഡ്ഡു വിതരണം ചെയ്യുന്ന നാടാണ്, പടക്കം പൊട്ടിക്കുന്ന നാടാണ് കേരളം. പാകിസ്ഥാനികളുടെ കരച്ചിൽ കേട്ടിട്ട് കേരളത്തിൽ എന്ത് കൂട്ട നിലവിളി, നെഞ്ചത്തടി ഒക്കെ ഉണ്ടാവുമോ? ചെയ്തിരിക്കുന്ന ആരാന്നറിയാമോ? അന്നം തരുന്ന നാട് അല്ലേ? UAE കുറിച്ച് ചില ആൾ പറഞ്ഞ അന്നം തരുന്ന നാടിനെ കുറിച്ച് പറയാൻ ഇവിടെ ചുമ്മാ അല്ലടാ അന്നം തരുന്നത്. UAEക്ക് വേണ്ടിയിട്ട് അവിടെ പണിയെടുക്കുന്ന മുഴുവൻ മലയാളികളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവിടെ പണിയെടുക്കുന്നുണ്ട്. എല്ലും മുറിയെ പണിയെടുക്കുന്നുണ്ട് അല്ലേ? അതെ, പണിയെടുത്തിട്ടാണ് കാശ് പിടിക്കുന്നത്. അല്ല, പണിയെടുക്കാതെ വേറെന്തെങ്കിലും പണിയെടുത്ത് കാശ് മേടിക്കുന്ന ആളുകൾക്ക് ചിലപ്പം അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് തോന്നും. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മറ്റ് രാജ്യക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരധ്വാനിക്കുന്നുണ്ട്, അതിനാണ് പണം കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇന്ത്യക്കാർ, കേരളീയർ അറബി നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അറബി നാടുകളിൽ ഇന്ത്യക്കാർ മാത്രമല്ലല്ലോ, ഫിലിപ്പൈനുകളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശികളുണ്ട്, പലരുണ്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ അവിടെ വന്നിട്ട് പണിയെടുത്തിട്ടാണ് ജോലി ചെയ്യുന്നത്. അവരുടെ അധ്വാനം കൊണ്ട് ആ രാജ്യത്തിന് ഗുണമുള്ളതുകൊണ്ടാണ് പണി കിട്ടുന്നത് അല്ലേ? അതെ. അപ്പോൾ നമുക്കറിയാം, ഒരു 70കളിലൊക്കെ ആണല്ലോ അറബ് രാജ്യങ്ങളിൽ എണ്ണ കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് മറ്റ് രാജ്യങ്ങളിൽ കച്ചവടം നടത്തിയാണ് ഇവർ ജീവിച്ചിരുന്നത്. എണ്ണ കണ്ടെത്തിയതോടുകൂടി അവർ വലിയ സമ്പൽ സമൃദ്ധമായ രാജ്യമായി അവർക്ക് വർക്ക് ഫോഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ദുബായിയും UAEയും സൗദിയും ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ മലയാളികളുടെ, ഇന്ത്യക്കാരുടെ, ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ വിയർപ്പ്, ചോര, കണ്ണുനീരൊക്കെ ഉണ്ട്. അങ്ങനെ ലോകത്തെവിടെയും ഏത് ജനതയും വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി പോയിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്നുള്ള ഭിക്ഷയല്ല വാങ്ങുന്നത്, മറിച്ചോ പണിയെടുത്തിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ പണിയെടുക്കാൻ വരുമ്പോൾ നമ്മൾ 100 രൂപ കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 150 രൂപയുടെയെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലാണ് 100 രൂപ കൊടുക്കുന്നത് അല്ലേ? അതെ. നമുക്ക് 100 രൂപ കൊടുത്താൽ 50 രൂപയുടെ പ്രയോജനം ഉണ്ടെങ്കിൽ ആരും പണിയെടുക്കത്തില്ല. അപ്പം അറബ് രാജ്യങ്ങളല്ല, ലോകത്തുള്ള ഏത് രാജ്യങ്ങളും പ്രവാസികളായിട്ടുള്ള ഏത് രാജ്യക്കാർക്കും ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ, ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അധ്വാനം കൊണ്ട് ആ രാജ്യത്തിന് ഗുണമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അന്നം തരുന്ന രാജ്യം UAE മാത്രമല്ല, അറബ് രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്ക മാത്രമല്ല, ഇംഗ്ലണ്ട് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അന്നം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. ഫ്രീ ആയിട്ട് അന്നം തരാനായിട്ട് അന്നദാനം അവർ നടത്തുന്നില്ല അല്ലേ? അതെ. അവർ തൊഴിൽ കൊടുക്കുന്നു, ആ തൊഴിലിന് ശമ്പളം മേടിക്കുന്നു. ആ തൊഴിലിലൂടെ അവരുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്ക്, രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വികാസം ഉണ്ടാവുന്നു ആണല്ലോ. പക്ഷെ അത് മറന്നിട്ടാണ് മിലാഫ് കോള വന്നു, ഇന്ത്യ ഇപ്പോഴും ചാണകവെള്ളത്തിലാണ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇടുന്ന ചില മരയുളകൾ ജീവിക്കുന്നത്. ഇന്ത്യ മറ്റേ ഉപഗ്രഹങ്ങൾ ഡോക്ക് ചെയ്യുന്ന ടെക്നോളജി നടപ്പാക്കി ലോകത്തിലെ 4ാമത്തെ രാജ്യമായിട്ട് മാറി അല്ലേ? അതെ. മറ്റ് പല രാജ്യങ്ങളും, ബാക്കി ലോകത്ത് 250 രാജ്യങ്ങൾ ലോകത്തുണ്ട്, അംഗീകൃതവും UN അംഗത്വമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട്. അതിൽ മറ്റ് പല രാജ്യങ്ങൾക്കും ഇല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ ഇന്ത്യ മുന്നിലാണ്. അതൊന്നും കാണാതെ ഒരു കോള ഉണ്ടാക്കി ഇന്ത്യ ഇപ്പോഴും എന്ന് പറഞ്ഞത് നമ്മുടെ മൂവാറ്റുപുഴക്കാരൻ്റെ എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയിരുന്നു ജൈവ് എന്ന് പറഞ്ഞൊരു കോള അല്ലേ? അതെ അതെ അതെ. അതൊന്നും ആരും കാണുന്നില്ല. ഇവിടെ ഗോൾഡ് സ്പോട്ട് ഉണ്ടായിരുന്നു, ലിംക ഉണ്ടായിരുന്നു പണ്ട്, അതൊന്നും ഇപ്പോൾ കാണാൻ പോലും. അതൊക്കെ വന്നിട്ട് കാണാനില്ലാത്തതല്ല. ഇന്ത്യയിലേക്ക് പെപ്സിയും കൊക്കക്കോളയും അവർ ലോക്കൽ ബ്രാൻഡുകളെ വിലക്ക് മേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പെപ്സി, ലിംകയൊക്കെ കൊക്കക്കോള കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, സ്പ്രിന്റ്, ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്ത്യക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മൂവാറ്റുപുഴക്കാരനുണ്ടൊക്കെ ജൈവ് എത്ര കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കഴിച്ചിട്ടില്ലാത്തവർ, കണ്ടിട്ടില്ലാത്തവരാണ് വിദേശത്തൊരു കോള ഉണ്ടാക്കി. നല്ലതാണ്, അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കട്ടെ. നമ്മുടെ മാർക്കറ്റാണ് അവർ, അവിടെയും മാർക്കറ്റാണ്. നമ്മുടെ നാട്ടിലെ ആളുകളെ, നമ്മുടെ എക്കണോമിയെ സഹായിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷെ അന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ ആക്ഷേപിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ ഒരു ചെറിയ നേട്ടത്തെ എടുത്ത് ഇന്ത്യയെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒരുതരം മാനസിക രോഗമുണ്ട്. ആ മാനസിക രോഗത്തിൻ്റെ പേരാണ് മതഭ്രാന്ത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പാകിസ്ഥാന് വിസ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. നേരത്തെ ഈ തുർക്കിക്ക് വിസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് UAE ചില കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പോൾ തുർക്കിയും UAEയും തമ്മിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബന്ധം ഒന്ന് വഷളായി നിൽക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങൾക്ക് ഇപ്പോൾ വിസ കൊടുക്കണ്ട എന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ട്? UAE തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ വേറൊന്നുമുണ്ട്. നമ്മൾ ഈ ഇന്ത്യയോട് നല്ല സൗഹൃദമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അല്ലേ? നമ്മളുമായിട്ട് നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തപ്പോൾ വലിയ ഏറ്റവും ഉജ്ജ്വലമായ സ്വീകരണം കൊടുത്ത് രാജ്യത്തെ ഏറ്റവും വലിയ
ബഹുമതി, പൗരത്വ സിവിലിയൻ ബഹുമതികളൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ അവർ സ്വീകരിച്ചത്. അപ്പോൾ MBS, സൗദി കിങ് MBS ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായ ഒരു ഭരണാധികാരിയായിട്ട് നിൽക്കുകയാണ്. എത്ര ധീരമായ, എത്ര പ്രചോദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് MBS നടപ്പാക്കിക്കൊണ്ടിരുന്നത്, അല്ലേ? അതെ. അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയ ഭരണാധികാരിയാണ്. അഭിമാനമാണ് അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയോട് ഇങ്ങനെ സ്നേഹം കാണിക്കാൻ ഒരു കാരണമുണ്ട്. ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ, ക്രൂഡ് ഓയിലിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു പങ്ക് മേടിക്കുന്നത് നമ്മളാണ്. വലിയ മാർക്കറ്റാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ക്രൂഡ് നമ്മൾ മേടിക്കുന്നുണ്ട്, എണ്ണ, പെട്രോളിയം പ്രൊഡക്ട്സ് നമ്മൾ മേടിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റും കൂടിയാണ്. അതാണ് സൗഹൃദത്തിൻ്റെ കാര്യം. അല്ല, ഒന്നും ആർക്കും ഫ്രീ അല്ല. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും വേണം, അതാണ്. അല്ലാതെ നമുക്ക് പണം കിട്ടുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും പണം കൊടുക്കുന്നുണ്ട്, നമ്മൾ വർക്ക് ഫോഴ്സിന് കൊടുക്കുന്നുണ്ട്, നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെക്നോളജി ഒക്കെ മീൻസ് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ മുഴുവൻ അവർ ഉപയോഗിക്കില്ല. നമ്മൾ അവരുടെ ഏറ്റവും വലിയ ഉൽപ്പന്നം എണ്ണയല്ലേ, അത് നമ്മൾ വാങ്ങുന്നില്ലേ, നമ്മൾ പണം കൊടുക്കുന്നില്ല, നമ്മൾ അങ്ങോട്ടും പണം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളാരും പറയുന്നില്ല UAE-ക്ക് അന്നമുണ്ണാൻ ഇന്ത്യ കാശ് കൊടുക്കുന്നത്. അതൊക്കെ ചീപ്പ് വർത്തമാനമാണ്. അങ്ങനൊന്നുമല്ല. അത് എല്ലാ രാജ്യങ്ങളും UAE-യുടെ സഹായങ്ങൾ ഇന്ത്യക്കുണ്ട്, ഇന്ത്യയുടെ സഹായങ്ങൾ അവർക്കുണ്ട്, സൗദിക്കുണ്ട്. എല്ലാ രാജ്യങ്ങളും ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ ഇന്നത്തെ ലോകക്രമത്തിൽ? പറ്റില്ല. ആർക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും മാത്രമാണ് നിൽക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇത് ട്രേഡിന്റെ ലോകം കൂടെയാണ്, എല്ലാവർക്കും കച്ചവടം. അതെ. അത് മനസ്സിലാക്കാതെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ മനോരോഗം ഉണ്ടല്ലോ, വർഗീയ മതഭ്രാന്ത് എന്നുള്ള രോഗം ബാധിച്ചിട്ട് സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയാൻ ചില ആളുകൾ ഉത്സാഹിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും മഹത്തായ കൾച്ചറുള്ള രാജ്യമാണ് UAE, അല്ലേ? സൗദി പോലും മാറിക്കൊണ്ടിരിക്കുന്നു. MBS ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികളുടെ 10 പേരുടെ പട്ടികയെടുത്ത് അതിലൊന്ന് MBS ഉണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് അവിടെ സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിഷൻ മാറുന്ന ലോകത്തിന് അനുസരിച്ചുള്ള ഒരു വിഷനുള്ള മഹാനായ ഭരണാധികാരി. ലോകത്തെ ഞാൻ പറഞ്ഞില്ലേ 10 മികച്ച ഭരണാധികാരികളിലെടുത്താൽ, പ്രോമിസിംഗ് ആയിട്ടുള്ള ഭരണാധികാരികളിലെടുത്താൽ ഒരാൾ MBS ആണ്. സൗദി അറേബ്യയാണ്, ഒരു തർക്കവുമില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കണം. ഇപ്പോൾ UAE ഇപ്പോൾ വിസ നിഷേധിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക നമുക്ക് നോക്കാം. ഒന്ന് അഫ്ഗാൻ, 100% മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, ആരും ഇല്ലാത്ത രാജ്യം. രണ്ടാമത്തത് ലിബിയ, 97% മുസ്ലിംസാണ്. അടുത്തത് യമൻ, 99% മുസ്ലിംസാണ്. പിന്നെ സൊമാലിയ, 98% മുസ്ലിംസാണ്. ലെബനോൺ 69.7% മുസ്ലിംസാണ്. ക്രിസ്ത്യാനിയൊക്കെ കൊന്നെങ്കിലും ഇനിയും 40%-ഓളം ക്രിസ്ത്യാനി അവിടെ ബാക്കിയുണ്ട്. വലിയ താമസമില്ലാതെ അവർ ശരിയാക്കിക്കോളും. പിന്നെയുള്ളത് ബംഗ്ലാദേശ്, 91.4% മുസ്ലിംസാണ്. കാമറോൺ 30.6% മുസ്ലിങ്ങളുണ്ട്. സുഡാൻ, നൈജീരിയൻ 58% മുസ്ലിംസാണ്. ഉഗാണ്ട 13%. ഇപ്പോൾ പാകിസ്ഥാൻ 97% മുസ്ലിമുകളുള്ള രാജ്യം. ഈ രാജ്യങ്ങളൊന്നും ഇനി ഇങ്ങോട്ട് വിസയായിട്ട് വരണ്ട എന്ന് UAE പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ അവർക്ക് ജോലിയില്ലെന്ന്. അതായത് മുസ്ലിം ഭൂരിപക്ഷമായ ആളുകൾ UAE-ൽ വന്നിട്ട് ഇവിടെ പൊറുക്കാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ജോലിക്ക് വരണ്ടെന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? സത്യത്തിൽ നിങ്ങൾ പറയുന്ന പോലെ പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് വേണ്ടിയൊക്കെ തിളയ്ക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മുസ്ലിം, ലോകത്തെവിടെ മുസ്ലിമിന് നൊന്താലും ഞങ്ങൾക്ക് നോക്കും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സാർ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ലിസ്റ്റിട്ട ഇത്രയും ഇസ്ലാമിക രാജ്യത്തെ ഒറ്റ എണ്ണം ഞങ്ങളുടെ രാജ്യത്തോട്ട് കയറിപ്പോലെന്ന് പറയുന്നത്? അപ്പോൾ ആർക്കും സങ്കടമില്ല എന്നുള്ള വരും. എന്തായിരിക്കും കാരണം? UAE തന്നെ അനൗദ്യോഗികമായി UAE-ലെ സോഴ്സുകൾ പറയുന്നത് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ വന്നില്ലെങ്കിലും പാകിസ്ഥാൻ മീഡിയയിൽ ഇങ്ങനെ തള്ളി മറിയുകയാണ് കേട്ടോ. പാകിസ്ഥാനി അങ്ങോട്ട് കയറല്ലെന്ന് പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ വലിയ കൊടുങ്കാറ്റാണ്. UAE പാകിസ്ഥാന് വിസ നിരോധിച്ചിരിക്കുന്നുള്ളത്. അത് മാത്രമല്ല സൗദി അറേബ്യ ചെയ്ത് ഓർക്കുന്നില്ലേ? MBS-ന്റെ സൗദി അറേബ്യ ഇവിടുന്ന് വിമാനം കയറി അമാരി ചെല്ലും. എന്നിട്ട് വഴിയോരത്തിരുന്ന് ഈ സൗദിക്കാരുടെ വേഷം ഇട്ട് മറ്റേ സാധനമൊക്കെ അറബി വേഷത്തിരുന്ന് പിച്ച നിണ്ടുവാണ്. അപ്പോൾ ലോകത്തുള്ള ആളുകൾക്ക് നമ്മുടെ സൗദി അറേബ്യയിൽ പിച്ചക്കാരോ എന്ന് പറഞ്ഞ് സൗദിക്ക് വലിയ നാണക്കേട് ഉണ്ടായപ്പോൾ സൗദി രാജാവ് എന്ത് ചെയ്തു? MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്ത് ചെയ്തു? MBS ഇവരെയൊക്കെ കയറ്റി പ്ലെയിനെ കയറ്റി മേലെ ഇങ്ങോട്ട് കയറി അടിച്ചതിൻ്റെ പുറം പൊളിക്കുമെന്ന് പറഞ്ഞ് വണ്ടി ഫ്ലൈറ്റൊക്കെ കയറ്റി തിരിച്ചു വിട്ടു. ലോകത്തെവിടെ പോയാലും ഇവിടുത്തെ ആളുകളുടെ സ്വപ്ന ഭൂമിയായ പാകിസ്ഥാനികൾ പ്രശ്നമാണ്. സൗദി പ്രശ്നമാണ്. നമ്മൾ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ, കയറ്റി അയക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാനികൾക്ക് വിസ കൊടുക്കുന്നില്ല? എൻ്റെ ഒരു അനൗദ്യോഗിക പ്രതികരണം വിവിധ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന്, അവർ UAE-യിലെ നിയമം ലംഘിക്കുന്നു. രണ്ടാമത്തത്, തൊഴിൽ സമരം നടന്നു. അവിടെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മറ്റേ സിനിമയുണ്ടല്ലോ, നമുക്ക് തൊഴിലാളിയെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ യൂണിയൻ ഉണ്ടാക്കിയേക്കാന്ന് പറയുന്ന പോലെ അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. പിന്നെ
UAE വിരുദ്ധ കാമ്പയിൻ നടത്തുന്നു. കാരണം ഇവിടെ പോയി കഴിഞ്ഞാലും ഈ സുഡു മനസ്സ് തുറക്കും. അവിടെ നോക്കുമ്പോൾ UAE രാജാവിൻ്റെ മകള്, അവിടുത്തെ രാജകുടുംബത്തിലെ വനിതകളൊക്കെ തട്ട ഇടാതെ നടക്കുന്നു, പർദ്ദ ഇടാതെ നടക്കുന്നു, മോഡേൺ വേഷങ്ങൾ ധരിക്കുന്നു. അപ്പോഴത്തേക്ക് രക്തം അങ്ങോട്ട് തുളയ്ക്കും. ഇവരൊന്നും ഒറിജിനൽ ഇസ്ലാമല്ല, ഒറിജിനൽ ഇസ്ലാം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ബലം പിടിക്കുന്നു. UAE ഇസ്ലാമിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പോസ്റ്റ് ഇടും, സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തും, UAE വിരുദ്ധ കാമ്പയിൻ നടത്തും. ഇനിയോ പിന്നെ ചെയ്യുന്നത് അവിടെ ചെന്ന് ജോലി കിട്ടാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കും. ആ രാജ്യം തന്നെ വ്യാജമാണ്, അവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നു. പിന്നെയുള്ള കാര്യം, അവിടെ വന്നിട്ട് കേസുകളിൽ പെടുന്ന ഏറ്റവും കൂടുതൽ കേസുകളിൽ പ്രതിയാവുന്നത് ഒന്ന് ഈ പറഞ്ഞ 9 രാജ്യങ്ങളുടെ പുറമെ പാകിസ്ഥാനികളാണ്. ഇപ്പോൾ നമ്മൾ UK കണ്ടില്ലേ, UK മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് അവന്മാരുടെ മെയിൻ പരിപാടി വൈറ്റ് ഗേൾസിനെ ബലാത്സംഗം ചെയ്യുക എന്നുള്ള പോലെ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു രാജ്യം ഇസ്ലാമിക പാകിസ്ഥാനാണ്. ആ 6-ാമത്തെ കാര്യം, നേരത്തെ സൗദിയിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാനികൾ വന്നിട്ട് വഴിയിൽ നിന്നിട്ട് പിച്ചച്ചട്ടി അമ്മ വല്ലതും തരണേ എന്ന് പറഞ്ഞ് പിച്ച എടുക്കുന്നു. അതുകൊണ്ട് UAE എന്നുള്ള മഹത്തായ രാജ്യത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും അവരുടെ ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയാണല്ലേ, ഭീഷണിയായി പാകിസ്ഥാനികൾ ഉൾപ്പെടെ മാറുന്നു എന്നതുകൊണ്ട് ഒരൊറ്റ എണ്ണം കയറണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോൾ കേരളത്തിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ എന്താണ്, റോഹിംഗ്യൻസ് നമ്മളിങ്ങോട്ട് സ്വീകരിക്കണം, പാകിസ്ഥാനികളെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇവിടെ CAA വിരുദ്ധ സമരം നടന്നില്ലേ? CAA വേണ്ട. എന്തുകൊണ്ടാണ്? CAA പ്രകാരം പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുകയില്ല. അപ്പോൾ പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കണം എന്നൊരു സമരം ചെയ്തവന്മാരോ ഒന്ന് പറഞ്ഞു തരണം. എടാപ്പരെ, UAE നമുക്ക് അന്നം തരുന്നു എന്ന് നിങ്ങൾ പറയുന്ന UAE എന്ന് പറയുന്ന രാജ്യം ഒറ്റ പാകിസ്ഥാനി കയറണമെന്ന് പറഞ്ഞിരിക്കുക. സമരം നടത്തുക, ഒരു പ്രതിഷേധ ജാഥ ഇവിടെ നടത്ത്. എന്താ നടത്താത്തത്? നടത്തണ്ടേ? നമുക്ക് ലോകത്തെവിടെയും ഇസ്ലാമിക ബ്രദർഹുഡിന് ഭംഗം പറ്റുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളിവിടെ ഇന്തിഫാദയൊക്കെ നടത്തുന്നവരല്ലേ. പാകിസ്ഥാനികൾ UAE-യിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. സുഡുവിലാപം ഉണ്ടാവുമോ? കാത്തിരിക്കുന്നതാണ്, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.